ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. നേന്ത്രപ്പഴവും അരിപ്പൊടിയും കൊണ്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഇതിനുള്ളിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പലഹാരമാണിത്. വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ നന്നായിട്ട് കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു നേന്ത്രപ്പഴം നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. ഇനി പഴത്തിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം വേണം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇനി ഇത് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഈ പഴം നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒന്നിങ്ങനെ ആദ്യം മുറിച്ച് കൊടുക്കാം. എന്നിട്ട് പഴം മാത്രം എടുക്കണം. ഈ തൊലിയിലാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററൊക്കെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പഴത്തിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് അരച്ചെടുക്കാനായിട്ട് കണ്ടല്ലോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അത് മതി. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്കായിട്ട് നമുക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാ കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പോളം ചിരകി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു പഴത്തൊലി എടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഈ പഴത്തൊലിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് 1 സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതിയോ, 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ കുറച്ച് മാവ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാവ് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഫില്ലിംഗ് പുറത്ത് വരും. അതുകൊണ്ട് ഇതാ 1 സ്പൂൺ മാവ് കൂടി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ സീൽ ചെയ്യുന്ന സമയത്ത് മാവൊന്നും പുറത്തോട്ട് വരില്ല. ഇങ്ങനെ പഴത്തൊലി തന്നെ ഇതിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഴത്തിൻ്റെ ആ സ്വാദ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഴത്തൊലി നന്നായിട്ട് തന്നെ പഴം നന്നായിട്ട് ആദ്യം കഴുകണേ, അതിനെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിവിടെ അടച്ച് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ സ്റ്റീം ചെയ്തെടുത്തോളൂ. അങ്ങനെ ഇതാ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതൊരെണ്ണം മതിയാകും ഒരാൾക്ക് കഴിക്കാനായിട്ട്, വയർ ഫുള്ളാവും. ഇനി ഞാനിതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ റിമൂവ് ചെയ്ത് കൊടുക്കാം, തൊലി റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ്. അത്യാവശ്യം ചൂട് പോകുന്നതിനെക്കാട്ട് മുന്നേ തന്നെ കഴിക്കണം. ചൂട് പോകുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർ വിശപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.